അപ്പോൾ നമ്മൾ രാവിലെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ശനിയാഴ്ച പോയാലേ നമുക്ക് എല്ലാ സാധനവും കിട്ടുള്ളൂ കേട്ടോ. അപ്പം പച്ചക്കറി ആയാലും മീനായാലും ഇറച്ചി ആയാലും എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ കേരള മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഇറച്ചിയും പിന്നെ മീനൊക്കെ മേടിക്കും കേട്ടോ. ഒക്കെ നോമ്പില്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടും. പിന്നെ കുറച്ച് പച്ചക്കറികൾ. ഇന്ന് നമ്മളൊരു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മന്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നല്ല സമയങ്ങളും വേണം കേട്ടോ. മല്ലിയില, പിന്നെന്താ കുറച്ച് സാമ്പാറിൻ്റെ പച്ചക്കറി രാവിലെ പോയി നല്ല ഫ്രഷ് ആയിട്ട് ചാറിൽ കിട്ടും കേട്ടോ. പിന്നെ കറിവേപ്പില, പുതിന, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം കാര്യം. പിന്നെ കുറച്ച് സവോള മേടിച്ചിട്ടുണ്ട്, നല്ല വലിയ ഉള്ളിയാണ്, മൊത്തം ഇവിടത്തേക്കല്ല കടയിലേക്കും കൂടെ. പിന്നെ തക്കാളിയൊക്കെ 10 രൂപയുള്ളൂ കേട്ടോ അതിന് വില. പിന്നെ വെണ്ടയ്ക്ക, മുരിങ്ങക്ക, പിന്നെ ഇറച്ചിയൊക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇതെല്ലാം കഴുകി പെറുക്കി മസാലയെല്ലാം പരട്ടി വെക്കണം. മീനായാലും അതെ, നല്ല കേര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുഞ്ഞു മത്തിയെ, അത് ഞാൻ വിചാരിച്ചു പച്ച കുരുമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ വറക്കും അരച്ചിട്ട് അങ്ങനെ ചെയ്യാം. മുരിങ്ങക്ക, ഇത് സാമ്പാർ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് തിങ്കളാഴ്ച ദോശയും സാമ്പാറുമാണ് കടയിൽ, അതിന് വേണ്ടിയിട്ടും കുറച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ മീനും ചിക്കനെല്ലാം കൂടെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കഴുകി എന്താ പറയുക മുളകൊക്കെ പുരട്ടി മസാലയൊക്കെ പുരട്ടി റെഡിയാകും. അപ്പം ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടി. അതിന് മുമ്പ് ഞാൻ പേരയ്ക്ക മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ ഉപ്പുകല്ലിലിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വെച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ 2 വലിയ പേരയ്ക്ക മേടിച്ചിട്ടുണ്ട്. ഇത് ഉപ്പും മുളകും ഇട്ട് തിന്നുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കേണ്ട സമയമല്ലേ, അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഇച്ചിരി മുളക് പൊടിയും ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പേരയ്ക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ജലദോഷമൊന്നും പിടിക്കില്ല. ചില സമയത്ത് നമ്മൾ പേരയ്ക്ക ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് തൊണ്ടവേദനയൊക്കെ എടുക്കും കേട്ടോ, ജലദോഷമൊക്കെ പിടിക്കാൻ. അപ്പോൾ ഇങ്ങനെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യും. അപ്പം പേരയ്ക്കയെല്ലാം നമ്മൾ കഴുകി കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത്ര മധുരമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടൊന്ന് ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല എരിവായിട്ടാണ്, കൈ മുഴുവൻ മുളക് പൊടിയാണ് വാരിയിട്ടിട്ട്. ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം, എരിവ് അധികമാണെങ്കിൽ. അപ്പം ഇത് പിങ്കാണ്, പക്ഷെ എന്താ പറയുക വൈറ്റ് പോലെ എരിവ്, ലൈറ്റ് പിങ്കാണ്. അങ്ങ് പഴുക്കാത്തതുകൊണ്ടാണോ എന്താണോ അറിയില്ല. ഭയങ്കര മൂത്ത പൊരുവാ, കുഴപ്പമില്ല. എരിവും കൊണ്ട് നല്ല സുഖം കിട്ടുന്നുണ്ട്, നല്ല എരിവാ. ചോർക്കകളും നല്ല എരിവാ. അപ്പൊ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും, ചേട്ടാ തൊടത്തില്ല. നല്ല എരിവാ. ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി ഇടുന്നു കൺട്രോൾ കിട്ടൂല, അതുകൊണ്ട്. ചുണ്ടൊക്കെ നല്ല നീറ്റലായി, എന്നാൽ ചുണ്ട് പൊട്ടിയിട്ടുണ്ട്. മുളകും പൊടി ആയപ്പോൾ നല്ല നീറ്റല. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സമയം പോയിട്ട് 4 മണിയായി. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മന്തി ഉണ്ടാക്കണ്ട, ചോറും കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കറിവേപ്പിലയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതെല്ലാം നല്ലോണം ഒന്ന് കുറച്ച് സമയം കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ അതിൻ്റെ അഴുക്കെല്ലാം പോകുന്നിട്ടൊന്ന് വെള്ളം പോയി കഴിയുമ്പോൾ ഒരു അടച്ചു വെക്കുന്ന ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ നമുക്ക് ഉണങ്ങാതെ കറിവേപ്പില ഒരു 2-3 ദിവസത്തേക്കൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അങ്ങ് ഉണങ്ങിപ്പോകും. പിന്നെ കുറച്ച് പച്ചപ്പയർ നമ്മൾ കേരള മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. ഇതും കുറച്ച് സമയം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. കഴിക്കുന്നുണ്ട്. പിന്നെ കട്ടൻ ചായ ആണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ടൻ ചായ കുറച്ച് മിച്ചർ ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ മിച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് കുറച്ച് ഉണ്ണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുഞ്ഞു മത്തിയാണ് കിട്ടിയത്. മത്തി അത്ര ഇഷ്ടമില്ല, എന്നാലും കുഞ്ഞു മത്തി കണ്ടപ്പോൾ പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. പുളിയും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറ്റിച്ച് വെക്കുവാണെങ്കിൽ നല്ല രുചിയാണ്. അപ്പം ഞാനൊരു 1/2 കിലോ മേടിച്ചിട്ടുള്ളത്. ഇത് നാട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ കുഞ്ഞു മത്തി. പിന്നെ ഇത് അവർ വെട്ടി തന്നതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അവർ വെട്ടിയില്ല, മറന്നു കൊണ്ടുവന്നു. പിന്നെ ഞാനിവിടെ ഒന്ന് വെട്ടി കഴുകി നല്ല കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ കുറച്ച് പോത്ത്, അതും നാട്ടിൽ നിന്ന് വന്നതാണ്. പിന്നെ രാവിലെ നമുക്ക് ഇതെല്ലാം കിട്ടുള്ളൂ. ശനിയാഴ്ച രാവിലെ പോവുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പം പോത്ത് ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കേരമീനാണ്. അപ്പോൾ കേരമീൻ നമുക്ക് തിങ്കളാഴ്ച ആവശ്യമുണ്ട്, അപ്പം കടയിലേക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് അതെടുത്ത് പുറത്ത് വെച്ച് പിന്നെ അതെടുത്ത് ഫ്രീസറിൽ വെക്കണ്ടേ. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് എടുക്കുവാണെങ്കിൽ കുറേശ്ശെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കടയിൽ നിന്ന് ഈ കണ്ടെയ്നർ കടയിലുണ്ട്, അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് കുറേശ്ശെ ആക്കി. അപ്പോൾ ഇത്
കറിക്ക് വേണ്ടി കേട്ടോ കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ട്. 2 ദിവസം ഇന്നലെ ഇച്ചിരി കപ്പ മേടിച്ച് ഇന്നും മേടിച്ചിട്ടുണ്ട്. അപ്പം കപ്പയുണ്ട്. അപ്പം കപ്പയ്ക്ക് മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുള്ളൊക്കെ ഉണ്ടാവുമല്ലോ അതും അങ്ങനെ ചെറിയ ചെറിയ പീസൊക്കെ എടുത്ത് കറിക്ക് മാറ്റി വെച്ചു. പിന്നെ ഇത് വറക്കാൻ വേണ്ടി മുളകൊക്കെ തിരുമ്മി, കുരുമുളകും ഉണക്കമുളക് ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്തെടുക്കില്ല, അതൊക്കെ ഇട്ടിട്ട് നല്ലോണം തിരുമ്മിയതാണ്, നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് കറിയാക്കി എടുക്കണം. പിന്നെ മോരുകറി വെച്ച് വെക്കുകയാണെങ്കിൽ നാളെ സൺഡേ ആണ്, അപ്പോൾ നമുക്ക് അത് എളുപ്പമാണ്. നാളെ അത് വെക്കൊന്നും വേണ്ട, എല്ലാം റെഡി ആയിട്ടിരിക്കും. പള്ളി കഴിഞ്ഞ് വന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും. ഇതിനകത്ത് നമ്മൾ കഴുകിയെല്ലാം വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി കല്ലുപ്പാണ് ഇട്ട കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു 5-6 ചോള കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും 2 പച്ചമുളക്, അത് ഞാൻ മുറിക്കുന്നൊന്നുമില്ല, അങ്ങനെ ഇടുവാണ്. പിന്നെ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, നല്ല ഇടിവെട്ട് മീൻകറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ല ഇച്ചിരി കളർ ഇരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാശ്മീരിയും മറ്റേ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടതുകൊണ്ട് ഇച്ചിരി ഇടുന്നുള്ളേ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് എളുപ്പമുള്ളൊരു മീൻകറി കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് തിളച്ച് വരുമ്പോൾ ഇച്ചിരി ഉലുവ, വറുത്ത് പൊടിച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വേണ്ട, നമുക്കിനി നല്ലോണം ഒന്ന് തിരുമ്മി ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പ് വെച്ചാൽ മതി. നല്ലോണം ഒന്ന് കൈ കൊണ്ട് തിരുമ്മും കേട്ടോ. തിരുമ്മിയിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് തിരുമുന്നതല്ലേ, മസാലയൊക്കെ പിടിച്ചോളും. ഇനി ഇത് ഒന്ന് തിള വന്നാൽ മതി, അപ്പോൾ ഓഫാക്കാം. പിന്നെ ചട്ടിയില്ല, ചട്ടീൻ്റെ ചൂടും കൊണ്ട് ഇരുന്ന് ആയിക്കോളും. കാരണം മത്തി അങ്ങ് ഓവർ വേവിച്ചാലും കൊള്ളൂല കേട്ടോ. ഇപ്പം തന്നെ നല്ല മണമാണ് കറിവേപ്പില. ഇതിനകത്ത് ഞാൻ ഉള്ളി ഒന്നും ഇടുന്നില്ല കേട്ടോ, കരിവേപ്പില പച്ചമുളക് മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പറ്റിച്ചെടുക്കാം. ഇത് നമ്മൾ ചട്ടിക്കകത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പറ്റി വന്നോളൂ, ചട്ടിയല്ലേ പെട്ടെന്ന് ചൂടാകുമ്പോൾ പിന്നെ അതിലിരുന്ന് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. മീന് പെട്ടെന്ന് വെന്ത് പോയില്ലേ. പിന്നെ നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയിട്ട് മസാല എല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുണ്ട്. പ്രാവശ്യം ഞാൻ വറുത്തുണ്ടാക്കിയ മസാല മാത്രമേ ഉള്ളൂ കേട്ടോ, ഗരം മസാല, അതായത് നമ്മൾ ജാതിക്കായിട്ട് പൊടിച്ചെടുക്കുന്ന മസാല. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇറച്ചി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുവാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് ഉലർത്തോ അല്ല റോസ്റ്റ് ആക്കോ എന്തെങ്കിലും ചെയ്യാം. ഈ പ്രാവശ്യം ഞാൻ ഉള്ളിയോ തേങ്ങയോ ഒന്നും ഇടാണ്ടാണ് വെക്കുന്നത്, ഇറച്ചി തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ മസാലയിലോട്ട് നമ്മൾ കഴുകി വെച്ച പോത്ത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. കറിയിൽ ഒരു സാധനം ഇടാൻ മറന്നുപോയി, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ല, അതിന് പകരം ഞാനിപ്പം ചതച്ച്, അതായത് എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, മറന്നുപോയി. പിന്നെ ഇതൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മീനൊക്കെ പൊട്ടിയും പോവും. ഇപ്പം നമുക്ക് 4 മണിക്ക് പാൽ ചായ ഇല്ല കേട്ടോ, പകരം കട്ടൻ ചായയാണ്. വലിയ ഗ്ലാസ് നിറച്ചും കട്ടൻ ചായ. പിന്നെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ നല്ല സോഫ്റ്റൊക്കെ ആയിരുന്നു. ഇപ്പം ഒന്നും അറിയില്ല, അങ്ങനെ പുറത്ത് വെച്ചുകൊണ്ടാണെന്നറിയില്ല. കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇച്ചിരി ഹാർഡായിപ്പോയി ഇതുണ്ടോ. പിന്നെ കുറച്ച് മിച്ചറും. ഇന്നലെ സാധനം മേടിക്കാൻ പോയപ്പം മേടിച്ച മിച്ചർ ആ വഴിയിൽ നിന്ന് തന്നെ തിന്നു തീർത്തു. നല്ല വിശപ്പായിരുന്നു, പൊട്ടിച്ചങ്ങനെ കഴിച്ചുകൊണ്ട് വന്നു. പള്ളി കഴിഞ്ഞ് വന്നപ്പം അതുകൊണ്ട് മിച്ചർ തീർന്നു. പയ്യോളി മിച്ചർ, നല്ല അടിപൊളി മിച്ചർ കേട്ടോ. ഈ മിച്ചർ പറയുമ്പോൾ എനിക്ക് ശരിയോനെ ഓർമ്മ വരും. കഴിച്ചോ? അടുത്ത് പണിയെടുത്ത് ഇന്നൊരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കട്ടൻ ചായ അവിടെ വെച്ചു. ഞാൻ അവിടെ മീൻ കഴിയ കൈ എത്ര സമയം വേണമെന്ന് കട്ടൻ ചായക്ക് വെള്ളം വെക്കാൻ പറഞ്ഞു, കട്ടൻ ചായ വെച്ച് പഞ്ചസാര ഇട്ട് ചായപ്പൊടി ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ അത് ചെയ്തു. എന്റെ കൈ കൊള്ളൂല, മീൻ നന്നാക്കിയത് കൊണ്ട്, അതുകൊണ്ടല്ലേ വന്നു. കട്ടൻ ചായ ഇഷ്ടമില്ല, ചായ കുടിച്ചിട്ടുണ്ട്. മീൻകറി എല്ലാം റെഡിയായ ഇനി എനിക്ക് പയർ തോരൻ മാത്രം വെച്ചാൽ മതി. അപ്പൊ ഞാൻ വന്നിട്ടേ ചെയ്യുന്നുള്ളൂ, പള്ളിയിൽ പോകണം. വെച്ച് നമ്മുടെ വെന്തിട്ടുണ്ട് കുക്കറില്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ പതിഞ്ഞു വരൂലേ, അപ്പൊ ഒരു ടിഷ്യൂ വെക്കുവാണെങ്കിൽ കഞ്ഞി ആയാലും നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ കഞ്ഞോളം അതിങ്ങനെ ഒഴുകി വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടിഷ്യൂ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, അപ്പോൾ ഒഴുകൂല. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച ചിക്കനും കൊണ്ട് അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനുള്ള മസാലയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു റാപ്പ് ചുറ്റിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. നാളെ ഉണ്ടാക്കുന്നുള്ള, ഇന്നത്തേക്കല്ല. അപ്പോൾ ഇന്നത്തെ പണീൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ഒന്ന് ചെയ്ത് വെച്ചെന്നുള്ളൂ, അപ്പോൾ സെറ്റായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശനിയാഴ്ചയാണ്, ഞങ്ങൾ പള്ളിയിൽ പോവാണ്. അപ്പോൾ ചേട്ടായി കുളിക്കുന്നുള്ളൂ കേട്ടോ.
പള്ളിയിൽ പോയി വന്നിട്ട് ബാക്കി പള്ളിയിലെല്ലാം പോയി വന്നു. ബാക്കി പരിപാടിയെല്ലാം ഞാൻ തീർത്തു കേട്ടോ. അപ്പം നമ്മൾ ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വളർത്തിയെടുത്ത് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട്, തേങ്ങാക്കൊത്തൊന്നും ഇട്ടിട്ടില്ല, ചെറുതായിട്ട് കുറച്ച് ഉള്ളിയും കരിവേപ്പിലയും കുരുമുളകും പിന്നെ നമ്മൾ ഇടിച്ചു വെച്ച ഉണക്കമുളകില്ല അതൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത്, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മീൻ കറി നല്ല എരിവും പുളിയൊക്കെ പിടിച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ പയർ തോരൻ. അതായത് നമ്മൾ ഈ നാട്ടിലെ പയറാട്ടോ, നല്ല പച്ച കളറുള്ള പയറ്. അപ്പോൾ അത് വെറുതെ ഒന്ന് മെഴുക്ക് വരട്ടി പോലെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം ഇട്ടിട്ടുള്ളൊരു ഇതാണ്. പിന്നെ പപ്പടം ഇവിടെ ഉള്ളപ്പം ഭയങ്കര ഇഷ്ടമാട്ടോ പപ്പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം പപ്പടം. പിന്നെ നമുക്ക് മാങ്ങാച്ചാറുണ്ട്, അത് നമ്മുടെ വീട്ടിലത്തെ മാങ്ങയാണ്, മുഴുവനോടെയുള്ള മൂവാണ്ടൻ മാങ്ങ കേട്ടോ. അപ്പോൾ അത് കഴിക്കണ ഇച്ചിരി പണി, നല്ല എരിവുണ്ട്. എന്താ പറയുക, മറ്റേ കുരുമുളക് ഞാൻ കുരുമുളകല്ല കാന്താരി നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ബോട്ടിൽ ഫുള്ള് കാന്താരിയാണ്. കാന്താരിയിലുള്ള മയമാണ്, കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചിലും എരിച്ചിലൊക്കെയാണ്. പിന്നെ നമ്മൾ ചോറ് ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് തണ്ണിമത്തനുണ്ടായിരുന്നു കേട്ടോ. ഈ എരിവെല്ലാം കഴിച്ച് കഴിയുമ്പോൾ നല്ല എരിച്ചിലായിരിക്കുമല്ലോ, അപ്പോൾ ഫ്രിഡ്ജിലായിരുന്നു, അതുകൊണ്ട് ഞാൻ തണുപ്പ് മാറാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ അത്താഴം. മോരുകറി ഞാൻ ഉണ്ടാക്കിയില്ല, എന്താണെന്ന് വെച്ചാൽ നാളെ കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. നമ്മൾ നല്ല എന്താ പറയുക, നാട്ടുമാങ്ങയോ കാട്ടുമാങ്ങ നാട്ടുമാങ്ങ ഒക്കെ പറയും. പണ്ട് നമ്മളിങ്ങനെ മാവ് ചോട്ടി പോയിട്ട് കാറ്റ് വരുമ്പോൾ പറിച്ച് കഴിക്കുന്നത്, പെറുക്കി കഴിക്കുന്ന സാധനം, അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമല്ലേ. അപ്പം അത് വെച്ചിട്ട് നാളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ മോരുകറി ഉണ്ടാക്കിയില്ലേ, മോരുകറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി എനിക്ക് വയ്യ, പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്ന് മടുത്ത്. അപ്പം പിന്നെ ഇത്രയും കറിയുണ്ട് രാത്രി, ഇത് ധാരാളമാണല്ലോ. അപ്പം മീൻകറി രാവിലത്തേക്കും ഉണ്ടാവും, കപ്പപ്പുഴുക്കും മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. മൂന്ന് പേരും കൂടെ അത്താഴം കഴിക്കുകയാണ്. പിന്നെ ആവശ്യമായിട്ടുണ്ട്. ചില സമയത്ത് എങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മളെല്ലാവരും ഫ്രീ ആവുമ്പോഴും അവധി ദിവസം അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും എല്ലാം ഒന്നും ഉണ്ടാവില്ല, അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കും. എനിക്കെങ്ങനെ മാങ്ങാച്ചാറ് വേണ്ടല്ലോ, അത് എരിവ് കഴിയുമ്പോ കഴിക്കാൻ വേണ്ടിയാണ്. പിന്നെ നല്ല മീൻ തിന്നു, നല്ല പുളിയാണ് മീനിന്, നല്ല രുചിയില്ലേ. മത്തിയെ വല്ല പൊതുവായിട്ട് ഇഷ്ടമില്ല, പക്ഷേ നല്ല മുട്ടക്കറി. അപ്പം പിന്നെ ഇറച്ചി വളർത്തിയതൊന്നും പറയാൻ പറ്റൂല, പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ. പോകുമ്പോൾ വേവിച്ച് വെച്ചു, തിരിച്ചു വന്ന് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാൽ സൂപ്പറാണ്, പക്ഷേ ഇത്ര ഒന്നും മെനക്കെടാൻ നിന്നില്ല. പിന്നെ പയറിന് തേങ്ങയൊന്നും ഇട്ടിട്ടില്ല, മെഴുക്കുവരട്ടിയാണ്. ഏറ്റവും സൂപ്പർ ഇതാണ് കേട്ടോ. കുറച്ച് എരിവുണ്ടെന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റ്. ഇത് നമ്മുടെ വീട്ടിൽ പറമ്പിലാട്ടോ, വീട്ടിൽ മൂവാണ്ടനാ. ഇത് കണ്ണിമാങ്ങ ഇട്ടത്ര ഇതൊന്നും ആവൂല, കുറെ നാളിരിക്കണം ഇങ്ങനെ, എന്താ പറയാ ഭയങ്കര കട്ടിയും. അപ്പൊ ആൽഫ ഇവിടെ ഇരിപ്പുണ്ട്, വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവിടെ കാണിച്ചില്ല, ഇത്ര നേരം എനിക്ക് കാണിക്കാം. അപ്പം ആൽഫ ഇവിടെ ഇരിപ്പുണ്ട്. ചോറും ചിക്കൻ ആക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ചിക്കൻ വറക്കുക. ഇറച്ചി ഇങ്ങനെ ആക്കുന്ന ഇഷ്ടമല്ല ചാറില്ലാണ്ട്, നല്ല സോഫ്റ്റ് ഇറച്ചിയാ. ഇഷ്ടമായോ? ഭാഗ്യം. ആൽഫാൻ്റെ ഡ്രസ്സും ഇവിടെ മുറിച്ച് വെച്ച തണ്ണിമത്തനും ഒരേപോലെ ഉണ്ട്, നല്ല കളർ അല്ലേ, നല്ല കളർ. അപ്പം എന്താ പറയുക, ഇന്നൊരു ദിവസം അങ്ങനെ കഴിഞ്ഞ്. ഇന്ന് നേരം വെളുത്തിട്ട് സമയം പോയത് അറിഞ്ഞില്ല. രാവിലെ സാധനങ്ങളെല്ലാം മേടിക്കാൻ പോയി, 2 സ്ഥലത്ത് പോയി വന്നപ്പോഴത്തേക്ക് സമയം പോയി അല്ലേ. അവൾ ബാങ്കിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ പോയി തിരിച്ച് വന്ന് ഉച്ചയായപ്പം ഇന്നലത്തെ പഴങ്കഞ്ഞിയാണ് നമ്മൾ ഇന്ന് ചൂടാക്കി കുടിച്ചത്. ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും ഉണ്ടാക്കിയില്ല, രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. രാവിലെ ചായയും മിച്ചറും. അപ്പോൾ പോകുന്ന തിരക്കിന് ഞാൻ കട്ടൻ ചായ രാവിലെ ചായ ഉണ്ടാക്കിയായിരുന്നു, കൊണ്ടുതന്ന് വിളിച്ചേപ്പിച്ച് ഓർമ്മയില്ല. നീ സൂര്യനെ കാണാനായിട്ടില്ല. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം എന്താ പറയുക, ഇങ്ങനെ എന്തോ ചില ദിവസം സമാധാനം ഉണ്ടാവും, ചില ദിവസം സങ്കടം ഉണ്ടാവും. സമാധാനം സങ്കടം എല്ലാം ഉണ്ടാവും. സങ്കടമൊക്കെ ഉണ്ടാവും, പക്ഷേ സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, എല്ലാം വേണം ജീവിതത്തിൽ. അങ്ങനെയല്ലേ നമ്മൾ എന്ത് കാര്യം കണ്ടാലും സന്തോഷിച്ചോളൂ. ഓഹോ,
നോക്കാം ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. കുറച്ച് ടെൻഷൻ അടിച്ചു വരും. അപ്പം ഞാനാണ് ഇവിടെ ആശ്വാസം കൊടുക്കുന്നത്. അല്ല അയ്യോ അല്ല പറയല്ലേ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ കൊണ്ട് വരും. പിന്നെ ഞാൻ പറയാം സാറില്ല, അതല്ല ശരിയാവും പറയും. പിന്നെ ഓക്കെ ആവും. എന്നിട്ട് പറയാം ഒറ്റ ടെൻഷൻ ഇല്ലാതെ നാളെ ഇങ്ങനെ പറഞ്ഞാൽ മതി. അതങ്ങനെ തന്നെയാവും. അവിടെ നമുക്ക് സന്തോഷമുള്ളൂ. അപ്പം എന്താ പറയുക, എല്ലാവർക്കും ഇന്ന് നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നമ്മുടെ അത്താഴം ഇവിടെ നമ്മൾ അതാണ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയം വേണം. അതാണ് പ്രശ്നം. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിനി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെ പള്ളിയിൽ പോകാനുള്ളതല്ലേ. അപ്പം നല്ല ഒരു രാത്രി ആശംസിക്കുന്നു. ടാറ്റാ.